ഹിന്ദുത്വ തീവ്രവാദികൾ സർവ്വപരിധിയും ലംഘിച്ചിരിക്കുകയാണ്. മോദിയുടെ ഭരണത്തിന് കീഴിൽ അവർക്ക് എന്തും ആവാം എന്നുള്ള ധൈര്യമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന വധഭീഷണി നടത്തി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അടുത്ത അനുയായി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വീട്ടിൽ കയറി വധിക്കുമെന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുക. അവസാനം ഈ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മോങ്ങാൻ തുടങ്ങി. ഈ തീവ്രവാദിയുടെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കൊലവിളിയും അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളും BJPയുമായുള്ള ഇയാളുടെ ബന്ധവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായുള്ള അടുത്ത ബന്ധവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാർലമെന്റിനുള്ളിൽ മോദിയുടെയും കൂട്ടരുടെയും വിഡ്ഢിത്തവും കൊള്ളരുതായ്മയും രാജ്യത്തെ അടിയറവ് വെച്ചതും സംസാരിക്കാൻ സംഘികളും അവരുടെ ചട്ടുകമായ സ്പീക്കർ ഓം ബിർളയും രാഹുൽ ഗാന്ധിയെ അനുവദിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായാണ് നാണംകെട്ട വിവരമില്ലാത്ത സംഘിമന്ത്രിമാർ വിദ്വേഷ പ്രചാരണം നടത്തുന്നത്. മോദിയും മോദിയുടെ മന്ത്രിമാരും ഇത്രയും തരം താഴുമ്പോൾ അവരുടെ ഏഴാം കൂലികളായ കൂലി സംഘികൾക്ക് എന്തും പറയുന്നതിന് എന്തിനാണ് മടി? ഒരു ഹിന്ദുത്വ തീവ്രവാദി BJPയുടെ ഷാളും ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തുകയാണ്. ഈ കൊലവിളി നടത്തുന്നവൻ ചില്ലറക്കാരനല്ല. അവന്റെ പ്രൊഫൈലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അടുത്ത അനുയായിയാണ്. അവൻ രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായി കൊലവിളി നടത്തുന്നത് കേട്ടുകൊള്ളൂ. जय महाकाल, जय ओम जी बिरला, जय नरेंद्र मोदी। जिस प्रकार से भारत की संसद में कांग्रेस के 25 सांसदों ने घुटकर और श्रीमान लोकसभा अध्यक्ष ओम जी बिरला से जो गाली गलौज करी है, उसकी हम सभी भारतीय जनता पार्टी के कार्यकर्ता, करनी सेना के कार्यकर्ताओं में काफी रोष भी आते हैं। दोबारा ऐसी घटना हुई, उन सांसदों के घर में घुस के हम तोड़फोड़ करेंगे। और मुझे लगता है कि राहुल गांधी का आदेश पर यह घटना हुई है। राहुल गांधी कान खोल कर सुन ले, अगर दोबारा ऐसी घटना हुई तो तेरे घर में घुस के हम गोली मार देंगे और इसका जिम्मेदार प्रशासन होगा। हमारा प्रशासन से निवेदन है कि 25 सांसद के ऊपर कार्रवाई होनी चाहिए। मोदी सरकार के मंत्री किरण रिजिजू जी का जो बयान आया उसको सुनने के बाद हम लोग काफी गुस्से में हैं। अगर 24 घंटे के अंदर गिरफ्तारी होती है उन 25 सांसदों की तो ठीक है, इस सभी के हम गोलियां मारेंगे एक एक करके। ये राज सिंह आमेरा संभागी प्रवक्ता खंडी सेना का ये बयान है। चाहे मुझे जेल हो जाए, मुझे कोई दिक्कत नहीं है। जय हिंद, जय भारत। ആദ്യം അവൻ ജയ് ഓം ബിർള, ജയ് നരേന്ദ്രമോദി എന്നാണ് കൈകൂപ്പി വിളിക്കുന്നത്. കോൺഗ്രസിന്റെ 25 എംപിമാർ പാർലമെന്റിനുള്ളിൽ കടന്ന് ഓം ജി ബിർളാജിക്ക് എതിരെ എങ്ങനെയാണോ അധിക്ഷേപവാക്കുകൾ ചൊരിഞ്ഞത് അതിനെ ഞങ്ങൾ BJPയുടെയും കർണി സേനയുടെയും എല്ലാ ആളുകളും എതിർക്കുന്നു. അവൻ ഓം ബിർളയെക്കുറിച്ച് പറയുന്നത് ഓം ജി ബിർളാജി എന്നാണ്. ബിർളയുടെ അത്രയടുത്ത അനുയായിയാണ് ഈ തീവ്രവാദി. ഇനി തുടർന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. ഇനി ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായാൽ ഈ എംപിമാരുടെ വീട്ടിനുള്ളിൽ കടന്ന്, വേറെ ഒരിടത്തുമല്ല അവരുടെ വീട്ടിനുള്ളിൽ കടന്ന് അടിച്ചു തകർക്കും. എനിക്ക് മനസ്സിലാകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഉപദേശം അനുസരിച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ്. രാഹുൽ ഗാന്ധി കാതു തുറന്ന് കേട്ടുകൊള്ളൂ. ഇനി ഇങ്ങനെ ഉണ്ടായാൽ നിന്റെ വീട്ടിൽ കയറി വെടിവെച്ചു കൊല്ലും, നിന്റെ വീട്ടിൽ കയറി വെടിവെച്ചു കൊല്ലുമെന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ, രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഓടി നടക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ഈ തീവ്രവാദി ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിന് ഉത്തരവാദി ഞങ്ങളുടെ സംഘടനയാണ്. ഞങ്ങളുടെ സംഘടനയുടെ നിവേദനമാണ് കോൺഗ്രസ് എംപിമാർക്കെതിരെ നടപടിയെടുക്കണം. മോദി സർക്കാരിന്റെ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവന വന്നതിന് ശേഷം ഞങ്ങൾ വളരെ രോഷത്തിലാണ്. 24 മണിക്കൂറിനുള്ളിൽ ഈ 25 എംപിമാരെയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓരോരുത്തരെയായി വീട്ടിൽ കയറി വെടിവെച്ചു കൊല്ലും. മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു തീവ്രവാദിക്ക് പരസ്യമായി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് പാർട്ടിയിലെ 25 എംപിമാരെയും വീട്ടിൽ കയറി വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താൻ കഴിയുമോ? ഇങ്ങനെ പ്രകോപിപ്പിച്ചത് ആരാണ് എന്നും ഇവൻ വ്യക്തമായി പറയുന്നുണ്ട്. കിരൺ റിജിജു പറഞ്ഞത് കേട്ടപ്പോഴാണ് ഇവന്റെ രോഷം ആളിക്കത്തിയത് എന്ന്. അതായത് സംഘിമന്ത്രിമാരെല്ലാം ഇതുപോലെയുള്ള തീവ്രവാദികളെ ഇളക്കി വിടുകയാണ് എന്നുള്ളതല്ലേ ഇതിന്റെ അർത്ഥം? ഇവനുമായി BJPക്ക് ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ താഴേക്കിടയിലുള്ള ചില BJPയുടെ വക്താക്കൾ ശ്രമിച്ചിരുന്നു. ഒരൊറ്റ BJP നേതാക്കളോ മന്ത്രിമാരോ ഇതിനെ തള്ളിപ്പറയാനോ ഇവനെതിരെ നടപടിയെടുക്കണം എന്ന് പറയാനോ തുനിഞ്ഞില്ല. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട 25 എംപിമാരെയും വീട്ടിൽ കയറി വെടിവെച്ചു കൊല്ലും എന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ട്
അവന്റെ സംസാരം കേട്ടോ, വായിൽ ചാണകവും ഗോമൂത്രവും ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും. അവന്റെ പശുവിന്റെ ആസനം പോലെയുള്ള ആ വാ തുറന്നുള്ള സംസാരം കണ്ടാൽ. जय महाकाल, जय ओम जी बिरला, जय नरेंद्र मोदी। जिस प्रकार से भारत की संसद में कांग्रेस के 25 सांसदों ने घुटकर और श्रीमान लोकसभा अध्यक्ष ओम जी बिरला से जो गाली गलौज करी है, ഇവൻ ഓം ബിർളയുടെ അടുത്ത ആളാണ് എന്ന് തെളിയിക്കുന്ന ചില ചിത്രങ്ങൾ കണ്ടോ? ഇത് അവനും ഓം ബിർളയും കൂടി ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം. ആ രണ്ടുപേരുടെയും ചിരിക്കുന്ന ആ കിറി കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് അടുത്ത ചിത്രം. ലക്ഷണം കണ്ടിട്ട് ഇത് ഓം ബിർളയുടെ ഓഫീസിനുള്ളിൽ വെച്ചുള്ള ചിത്രമാണ് എന്നാണ് തോന്നുന്നത്. പാർലമെന്റിനുള്ളിലെ ഓം ബിർളയുടെ ഓഫീസ്. ഇത് ഓം ബിർളയും വേറെ ആരോ ഒരാളും ഇരുന്ന് കഴിക്കുമ്പോൾ അവൻ പിറകിൽ പട്ടിയെപ്പോലെ നോക്കി നിൽക്കുന്ന വീഡിയോ അവൻ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. ആ വീഡിയോയിൽ ക്യാപ്ഷനായി അവൻ എഴുതിയിരിക്കുന്നത് ഓം ബിർള സിന്ദാബാദ് എന്നാണ്. ഇത് അവൻ BJPയുടെ ഷാളുമണിഞ്ഞ് ഏതോ പാർട്ടി ഓഫീസിൽ നിൽക്കുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അതിൽ നമുക്ക് വ്യക്തമായി കാണാം ഓം ബിർളയും നരേന്ദ്രമോദിയും കൈകൊടുത്തു നിൽക്കുന്ന ചിത്രം. ഇത് അവൻ പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ ആണ്. ഓം ബിർളയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ അവൻ വഴി സൈഡിൽ മാലയുമായി കാത്തു നിൽക്കുന്നു. ഓം ബിർള വണ്ടി നിർത്തുന്നു. അവൻ മാല ഓം ബിർളയെ അണിയിക്കുന്നു. അവന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേയേറെ ഫോട്ടോകളാണ് ഇത്. അവന്റെ പേര് രാജ് സിംഗ് അമേര എന്നാണ്. മൂന്നാമത്തെ ഫോട്ടോയിൽ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ബിർളയുടെ ചിത്രത്തിന് അടിയിൽ രാജ് സിംഗ് അമേര BJP നേതാവ് എന്ന്. നാലാമത്തെ ഫോട്ടോയിൽ അവന്റെ BJPയുടെ മെമ്പർഷിപ്പ് ID വ്യക്തമായി കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓം ബിർളയുടെ കൂടെ നിൽക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. BJPയുടെ ഒരു പ്രധാന നേതാവും ഓം ബിർളയുടെ വളരെ അടുത്ത ആളുമാണ് ഇവൻ എന്ന് 100% വ്യക്തം. ഇവന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ് ഇത്. എന്നാൽ അവനെതിരെ FIR ഫയൽ ചെയ്തപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പേജ് അപ്രത്യക്ഷമായി. അവന്റെ പ്രൊഫൈൽ നെയിം തന്നെ രാജ് അമേര ഗൗരക്ഷക് എന്നാണ്. അവൻ പശുവിനെ സംരക്ഷിക്കാൻ നടക്കുന്നവനാണ്. എന്നാൽ മനുഷ്യരെ കൊല്ലുകയാണ് അവന്റെ ലക്ഷ്യം. എല്ലാ സംഘികളെയും പോലെ തന്നെ പശുവിനെ സംരക്ഷിക്കുകയും പശുവിന്റെ ചാണകവും മൂത്രവും കഴിക്കുകയും കുടിക്കുകയും എന്നാൽ മനുഷ്യനെ കൊല്ലുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പ്. കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് ഇവനെ രാജസ്ഥാനിലെ കോട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവൻ പറഞ്ഞത് എന്താണ് എന്ന് ദൈനിക് ഭാസ്കറിന്റെ ഈ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ആളെ പിടിച്ചു. അപ്പോൾ അവൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോയെക്കുറിച്ച് അവന് അറിയില്ല, ഞാൻ സനാതനവുമായി ബന്ധപ്പെട്ട ആളാണ് എന്നാണ്. അവൻ പോസ്റ്റ് ചെയ്ത അവന്റെ വീഡിയോയെക്കുറിച്ച് അവന് അറിയില്ല. സനാതനവുമായി ബന്ധപ്പെട്ട അവന്റെ തനി സ്വരൂപം ഇതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ദൈനിക് ഭാസ്കറിന്റെ റിപ്പോർട്ടർ ഇവനുമായി സംസാരിച്ചു. അപ്പോൾ കൈകൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു, ആ വീഡിയോയെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഈ ട്രിക്ക് കാണിക്കുന്നതിനു വേണ്ടി ഫേക്ക് ID ഉണ്ടാക്കിയതാണ്. ഞാൻ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രം ആക്കണം എനിക്ക്. അവന്റെ പ്രൊഫൈലിൽ അവൻ തന്നെ പോസ്റ്റ് ചെയ്ത അവൻ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയെക്കുറിച്ച് അവന് അറിയില്ല. പിന്നെ അവന്റെ ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള രാജ്യമല്ല, മറിച്ച് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രം ആക്കുകയാണ്. ആ ഒരൊറ്റ കാര്യത്തിന് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് ആജീവനാന്തം ജയിലിൽ ഇടേണ്ടതാണ്. കാരണം അത് രാജ്യദ്രോഹമാണ്. ജനാധിപത്യ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രം ആക്കണം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് എതിരാണ്, വിഘടനവാദമാണ്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് ഇവൻ പറയുക വഴി രാജ്യത്തെ നല്ലവരായ ഹൈന്ദവരെ മുഴുവനുമാണ് പശുവിന്റെ ആസനം പോലെ മുഖമുള്ള ഇവൻ ആക്ഷേപിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ പാർട്ടിയിലെ 25 MPമാരെയും അവരുടെ വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലും എന്ന് ഇത്ര വലിയ ഭീഷണി ഇവൻ നടത്താൻ കാരണം BJPയിലെ മന്ത്രിമാരുടെ വിദ്വേഷ പ്രചാരണങ്ങളാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അവർ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് അവരുടെ ഷൂ നക്കി. ഇപ്പോൾ രാജ്യത്തെ മൊത്തം വിദേശ ശക്തികൾക്ക് മുൻപിൽ പണയം വെച്ച് നെഹ്റുവും മറ്റു കോൺഗ്രസ് നേതാക്കളും ഉണ്ടാക്കിയതെല്ലാം അദാനിക്കും അംബാനിക്കുമായി വീതിച്ചു കൊടുത്ത് അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുണയുകയാണ്. ഇവൻ ആജീവനാന്തം ജയിലിൽ കിടന്ന് അഴുകും എന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്ത് ഭാവിയിൽ ഇവൻ ഒരു MLAയോ MPയോ മന്ത്രിയോ ആയെങ്കിലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിലാണ് രാജ്യം എത്തി നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?